ഹായ് നമസ്കാരം, വെൽക്കം ബാക്ക് ടു അബീസ് വിഷൻ. നമ്മളെല്ലാവരും മെസ്സേജ് അയക്കുന്ന ആളുകളാണ് അല്ലേ. നമ്മൾ മെസ്സേജ് അയക്കുന്ന സമയത്ത്, അതേപോലെ മെയിൽ അയക്കുന്ന സമയത്ത്, അങ്ങനത്തെ പല സന്ദർഭങ്ങളിലും നമ്മൾ രഹസ്യമായി ചിലപ്പോൾ മെയിൽ അയക്കേണ്ടി വരും. അതായത് ഒരാൾ മാത്രം കാണാൻ വേണ്ടിയിട്ട് നമുക്ക് സീക്രട്ട് ആയിട്ട് ചിലപ്പോൾ നമുക്ക് മെയിൽ അയക്കേണ്ടി വരും. കാരണം നേരിട്ട് കൊടുക്കാൻ പറ്റാത്ത ആൾക്കാരാണല്ലോ നമ്മൾ മെയിൽ അയക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ മെസ്സേജ് അയക്കുന്ന സമയത്ത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സീക്രട്ട് ആയിട്ടുള്ള ഫയലുകളൊക്കെ ആണെങ്കിൽ നമ്മൾ വളരെ സെക്യൂർ ആയിട്ട് അയക്കാൻ പറ്റിയ അടിപൊളി ഒരു ഓപ്ഷൻ ഉണ്ട്. അതിനെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞിരുന്നത്. അപ്പൊ അങ്ങനെ നമ്മൾ അയക്കുകയാണെങ്കിൽ ഇത് നമുക്ക് അയക്കേണ്ട ആളുകൾക്ക്, ആർക്കാണോ അത് കിട്ടുന്നത് അവർക്ക് മാത്രമേ അത് കാണാൻ വേണ്ടി സാധിക്കുള്ളൂ. മാത്രമല്ല നമുക്ക് അതിന് വേണമെങ്കിൽ പാസ്വേഡ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് അയക്കാനും പറ്റും. അപ്പോൾ വളരെ ടോപ്പ് ആയിട്ടുള്ളൊരു ഓപ്ഷനാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും വീഡിയോ അവസാനം വരെ കാണുക. മാത്രമല്ല ഇനി മുതൽ നിങ്ങൾ ഇതേപോലെ തന്നെ നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ, രഹസ്യമായിട്ടുള്ള ഡോക്യുമെന്റ്സോ കാര്യങ്ങളോ ഒക്കെ അയക്കുന്ന സമയത്ത് ഇതുപോലെ ചെയ്യാം. വളരെ സീക്രട്ട് ആയിട്ട് നിങ്ങൾക്ക് അയക്കാൻ പറ്റും, വളരെ സെക്യൂർ ആയിട്ട് അയക്കാൻ പറ്റും. അതിന് മുൻപ് ഇത് മുഴുവനായിട്ട് പറയുന്നതിന് മുൻപ് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരാണെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ തൊട്ട് ലൈക്ക് ബട്ടൺ എല്ലാ ഫ്രണ്ട്സിലേക്കും ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറന്നു പോകരുത്. നമുക്ക് വളരെ സീക്രട്ട് ആയിട്ട് നമുക്ക് ഫ്രണ്ട്സിനോ അല്ലെങ്കിൽ നമുക്ക് മറ്റാർക്കെങ്കിലും നമുക്കൊരു ഡോക്യുമെന്റ് അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു മെസ്സേജ് അയക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? നമ്മൾ മെയിൽ ചെയ്യുന്ന സമയത്ത് ഞാൻ ഇവിടെ കാണിച്ചത് നമ്മുടെ ജിമെയിൽ ഓപ്പൺ ചെയ്യുക. ജിമെയിൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ വളരെ സീക്രട്ട് ആയിട്ട് നമുക്ക് പാസ്വേഡ് ഒക്കെ സെറ്റ് ചെയ്തിട്ട് ഒരാൾക്കും അറിയാത്ത രീതിയിൽ അയക്കാൻ ഇവിടെ കമ്പോസ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണുന്നില്ലേ? ഈ കമ്പോസ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇത് പലർക്കും അറിയാത്തൊരു ഓപ്ഷനാണ്. ഇവിടെ നമുക്ക് ഏറ്റവും മുകളിലായിട്ട് നമ്മുടെ മെയിൽ ഐ ഡി ആണ് കാണിക്കുന്നത്. അവിടെ നിന്ന് ക്ലിക്ക് ചെയ്താൽ മറ്റേതെങ്കിലും മെയിൽ ഐ ഡി നിന്നാണ് നിങ്ങൾക്ക് അയക്കേണ്ടതെങ്കിൽ അത് നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ നമുക്ക് ആർക്കാണോ അയക്കേണ്ടത് സീക്രട്ട് ആയിട്ടുള്ള ഫയൽ, വളരെ രഹസ്യമായിട്ടുള്ള ഒരു ഫയൽ ആർക്കാണോ അയക്കേണ്ടത് അവരുടെ മെയിൽ ഐ ഡി ഇവിടെ ടൈപ്പ് ചെയ്യാൻ ഞാൻ ഒരു പേര് ഇവിടെ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. കുര്യാക്കോസ് എന്ന് പറഞ്ഞിട്ട് ഒരു മെയിൽ ഐ ഡി ഞാൻ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി അതിന് താഴെയായിട്ട് നിങ്ങൾക്ക് സബ്ജക്ട് കൊടുക്കാം. എന്താണ് നിങ്ങൾ അയക്കുന്നത്? ഒരു ഡോക്യുമെന്റ് ആണ്, അല്ലെങ്കിൽ സീക്രട്ട് ഡോക്യുമെന്റ് ആണ്, എന്താണോ അയക്കുന്നത് എന്നുള്ളത് നമ്മളൊന്ന് ഇവിടെ ഒന്ന് മെൻഷൻ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് താഴെ നമുക്ക് കമ്പോസ് എന്ന് പറയുന്ന ഓപ്ഷനിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു മെസ്സേജ് അവർക്ക് കൊടുക്കാനുണ്ടെങ്കിൽ, ഞാനിവിടെ സീക്രട്ട് ആയിട്ടുള്ളൊരു ഡോക്യുമെന്റ് അയക്കുന്നുണ്ട് എന്നുള്ളത് ആണ് കാണിക്കേണ്ടതെങ്കിൽ നമുക്ക് ആ രീതിയിൽ നമുക്ക് ഇവിടെ ഒന്ന് ടൈപ്പ് ചെയ്യാം. ടൈപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ കൃത്യമായിട്ട് കാണിച്ചിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഈ രീതിയിൽ വേണം ഇനി നിങ്ങൾ സീക്രട്ട് ആയിട്ടുള്ള ഫയലുകൾ, ഫോട്ടോകൾ, കാര്യങ്ങളൊക്കെ അയക്കാൻ. അധികം ആളുകളും ചെയ്യുന്നത് ഇത് ചെയ്ത് കഴിഞ്ഞാൽ നേരെ സെൻഡ് കൊടുക്കും. അങ്ങനെയല്ല വേണ്ടത്. നമുക്ക് അറ്റാച്ച്, എന്തെങ്കിലും ഒരു ഫയൽ അറ്റാച്ച് ചെയ്യാനുണ്ടെങ്കിൽ, ഒരു ഫോട്ടോ ഒക്കെ അറ്റാച്ച് ചെയ്യാനുണ്ട്, തൊട്ടടുത്ത് ഒരു പിൻ ഐക്കൺ കാണുന്നുണ്ട്, കണ്ടില്ലേ? ആ പിൻ ഐക്കണിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇൻസേർട്ട് ഫോട്ടോ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അപ്പൊ നമുക്ക് ഗാലറിയിൽ അയക്കേണ്ട ഒരു ഫോട്ടോ നമ്മൾ സൂക്ഷിച്ചു വെക്കുക, അല്ലെങ്കിൽ ഡോക്യുമെന്റ് സൂക്ഷിച്ചു വെക്കുക. ഞാനിവിടെ ഒരു റഫായിട്ട് ഞാനിവിടെ ഒരു കാണിച്ചു തരാണ്. ഈ ഒരു ഫോട്ടോ ഇത് നമുക്ക് സീക്രട്ട് ആയിട്ട് അയക്കണം എന്നുണ്ടെങ്കിൽ നേരെ സെൻഡ് അല്ല കൊടുക്കേണ്ടത്. അതിന്റെ തൊട്ടടുത്തൊരു 3 ഡോട്ട്സ് കാണുന്നില്ലേ? ആ 3 ഡോട്ട്സിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് മൂന്നാമതൊരു ഓപ്ഷൻ കാണിക്കുന്നുണ്ട്, കോൺഫിഡൻഷ്യൽ മോഡ് എന്ന് പറയുന്ന മോഡ്. ആ മോഡിലേക്ക് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടില്ലേ, ഇവിടെ കോൺഫിഡൻഷ്യൽ മോഡ് ചില ഫോണിൽ ഓഫ് ആയിരിക്കും കിടക്കുക. അങ്ങനെയാണെങ്കിൽ അത് ഓൺ ആക്കി കൊടുക്കുക. ഇവിടെ നമുക്ക് സെറ്റ് എക്സ്പയറി എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അവിടെ തൊട്ടടുത്തുള്ള ഡ്രോപ്പ് ഡൗൺ ആരോയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത് സെറ്റ് ചെയ്യാൻ സാധിക്കും. നിങ്ങൾക്ക് ഒരു ദിവസം കൊണ്ട് ആ ഒരു ഫോട്ടോ മാഞ്ഞു പോകണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് ഒരാഴ്ച കൊണ്ട്, അല്ലെങ്കിൽ ഒരു മാസം, അല്ലെങ്കിൽ 3 മാസം, 5 വർഷം, അങ്ങനത്തെ ഓപ്ഷൻ ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് വളരെ സീക്രട്ട് ഒക്കെ ആയിട്ടാണ് ഒരു ദിവസം കൊണ്ട് എന്ത് ചെയ്യാം, അവരോട് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യാം, ഇവിടെ എക്സ്പയറി ഒരൊറ്റ ദിവസം വേണമെങ്കിൽ കൊടുക്കാം. അത് ഒരു ഓപ്ഷനാണ്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇവിടെ പാസ്വേഡ് വേണമെങ്കിൽ സെറ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ നമുക്ക് സ്റ്റാൻഡേർഡ് ഉണ്ട്, SMS പാസ്വേഡ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അതായത് ഒരു പാസ്വേഡും കൂടി നമുക്ക് അതിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, മേലെ സേവ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ആ സേവ് നമ്മൾ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് അത് ഏറ്റവും മുകളിൽ കാണുന്ന ആ സെൻഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടല്ലോ, ആ സെൻഡ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സെൻഡ് ചെയ്യാൻ സാധിക്കും. പക്ഷെ നമുക്ക് ഇവിടെ ഏറ്റവും താഴെ മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട്. ഇവിടെ എഡിറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ഇവിടെ താഴെ കാണിക്കുന്നുണ്ട്. ആ എഡിറ്റ് ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും മാറ്റം വരുത്തണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാറ്റം വരുത്താനും സാധിക്കും. അപ്പൊ നിങ്ങൾ ടൈപ്പ് ചെയ്തിൽ എന്തെങ്കിലും നിങ്ങൾക്ക് പാസ്വേഡ് ഒന്ന് മാറ്റണം അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് എഡിറ്റ് കൊടുക്കുക. എഡിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ എന്തെങ്കിലും മാറ്റം, എക്സ്പയർസ് ഇൻ 1 ഡേ എന്നുള്ള 2 ഡേ ആക്കാം. എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് മാറ്റം വരുത്താനുണ്ടെങ്കിൽ. ഇല്ല എന്നുണ്ടെങ്കിൽ നേരെ ആ സെൻഡ് ബട്ടൺ ഉണ്ടല്ലോ, ആ സെൻഡ് ബട്ടണിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ സീക്രട്ട് ആയിട്ടുള്ള ഫയല് അവർക്ക് സെൻഡ് ആവും. ഞാൻ അത് നിങ്ങൾക്ക് കാണിച്ചു തരാം. അത് ഏറ്റവും ഇവിടെ മുകളിൽ കാണുന്ന ഏറ്റവും 3 ലൈൻസ് കാണുന്നില്ല, അവിടെ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് സെൻഡ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണുന്നില്ലേ? അവിടെ ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കണ്ടില്ലേ, നമ്മൾ സെൻഡ് ചെയ്ത ആ ഒരു ഡോക്യുമെന്റ് ഇവിടെ കാണാൻ സാധിക്കും.